Welcome back to the Game Attach Part 3 video. Oppo K13 vs Realme P4 കമ്പാരിസൺ. ഈ ഫോണുകളും ഡ്യുവൽ സിം സപ്പോർട്ടാണ് വരുന്നത്. രണ്ടിലും 5Gയും 4Gയും സപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 4G 5G ബാൻഡ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വൈഫൈ മൊബൈൽ ഹോട്ട്സ്പോട്ടാണ് വൈഫൈ ഫീച്ചറായിട്ട് വന്നിരിക്കുന്നത്. വൈഫൈ 6 ആണ് രണ്ടിലും സപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടിലും ബ്ലൂടൂത്ത് 5.2 ആണ് ഓപ്പോയിൽ. റിയൽമി P4 5.4ൻ്റെ സപ്പോർട്ടാണ് വരുന്നത്. NFC രണ്ടിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. സ്റ്റീരിയോ സ്പീക്കറാണ് രണ്ടിലും സപ്പോർട്ട് വരുന്നത്. ടൈപ്പ് സി കേബിളാണ് രണ്ടിലും സപ്പോർട്ടാവുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ രണ്ടിലും വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ടൈപ്പാണ് വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫോണുകളിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്? നിങ്ങൾ ഗെയിമിംഗ് മാത്രം നോക്കി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പോൻ്റെ ഫോൺ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഓപ്പോൻ്റെ ഫോൺ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി അല്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഓപ്പോ വേണ്ട, റിയൽമി ആയാലും കുഴപ്പമില്ല, നല്ലൊരു ഗെയിമിംഗ് പ്ലസ് ക്യാമറ ഫോൺ വേണമെങ്കിൽ റിയൽമി P4 ആണ് ബെസ്റ്റ് ഓപ്ഷൻ. അല്ലാതെ നിങ്ങൾക്ക് ഓപ്പോൻ്റെ മാത്രം ഫോണുകൾ സജസ്റ്റ് ചെയ്ത് പോകുന്ന ഓപ്പോ ഫാൻസിന് ഏറ്റവും ബെറ്റർ ഓപ്പോ K13 തന്നെയാണ്. ഇതിന് മുന്നേ ഓപ്പോ K13 ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറഞ്ഞ ക്യാമറ പ്ലസ് പെർഫോമൻസ് പ്ലസ് ബാറ്ററി വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പോയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, റിയൽമിയിലേക്ക് പോവാം. റിയൽമി പറ്റില്ല, ഓപ്പോ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളവർക്ക് ഞാൻ ഓപ്പോ തിരഞ്ഞെടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ക്യാമറയൊക്കെ ഫുട്ടേജ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലഭിക്കും, അത് നോക്കി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതിന് മുന്നത്തെ 2 വീഡിയോസ് കാണാത്തവർ ബയോ ലിങ്ക് ഉണ്ടാവും, അതിൽ കയറിയിട്ട് നിങ്ങൾ കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അടിപൊളി ഇൻട്രസ്റ്റിംഗ് ടെക് വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ. സൈനിങ് ഓഫ്.